നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇഷ്യൂ ഓഫ് ഷെയർസ്. നമുക്കടുത്ത ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്ന അടുത്തൊരു കാര്യം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനിയുടെ സോഴ്സ് ഓഫ് ഫണ്ടിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്യുക. ഷെയറുകൾ ഫേസ് വാല്യൂ ഇപ്പം 10 രൂപ മുതലുള്ള എത്ര വെച്ചും ഷെയർസ് വെക്കാം. ഇപ്പം സാധാരണയായിട്ട് വേണമെങ്കിൽ ഒരു 25 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റൽ എടുക്കുന്ന ഒരു കമ്പനി അതിൻ്റെത് 10 രൂപ വെച്ച് ഒരു 2,50,000 ഷെയറുകളാണുള്ളത്. ഫേസ് വാല്യൂ 10 രൂപ വെച്ചിട്ട് 2,50,000 ഷെയർസ് വയ്ക്കുന്ന ഒരു കമ്പനി ആവാം. അതിൻ്റെ ടോട്ടൽ ഷെയർസ് വരുന്നത് 25 lakhs തന്നെ വരും. അങ്ങനെ 10 രൂപ വെച്ചോ അല്ലെങ്കിൽ 100 രൂപ വെച്ചോ അങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഈ ഷെയർ വാങ്ങുന്ന ആളെ ഷെയർ ഹോൾഡർ, ഷെയർ ആര് മേടിക്കുന്നു അയാളെ ഷെയർ ഹോൾഡർ എന്ന് പറയും. ഓക്കെ. പിന്നീട് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഷെയറുകളാണുള്ളത്. ഷെയർസ് 2 ടൈപ്സ് ആണുള്ളത്. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. 2 തരത്തിലുള്ള ഷെയർസാണ് ഉള്ളത്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. ആക്ച്വലി കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥർ. ഇതിനവർക്ക് ഡിസിഷൻ മേക്കിങ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാൻ, അതിനകത്തെ കാര്യങ്ങൾ അപ്പോയിൻമെൻറ്റ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ബിസിനസ്സിൻ്റെ മാനേജറിയൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. കാരണം അവർ ലാഭം വന്നാൽ ലാഭം വീതിച്ചെടുക്കുക, നഷ്ടം വന്നാൽ അവർക്ക് ഒന്നും കിട്ടത്തില്ല, നഷ്ടം അവർക്ക് സംഭവിച്ചു പോകും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ആദ്യം അഫക്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ലാഭമുണ്ട്. അവരുടെ ആ ഷെയർസിൻ്റെ എന്ന് വെച്ചാൽ എത്ര ഇപ്പം ഇതിനകത്തൊരു 5 ലക്ഷം രൂപ ലാഭം ഉണ്ടെങ്കിൽ, 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണെങ്കിൽ അവരുടെ അതനുസരിച്ച് വീതിച്ചെടുക്കാം. ഈക്വലായിട്ട് അവർക്ക് വീതിച്ചെടുക്കാം. അവരുടെ ഷെയർസിൻ്റെ എണ്ണം അനുസരിച്ച് അവർക്ക് വീതിച്ചെടുക്കാം. അത് അവരത്രയും റിസ്ക് എടുക്കുന്നതാണ് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. രണ്ടാമതായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ജസ്റ്റ് ഒരു എംപ്ലോയിയുടെ കൂട്ടൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ കമ്പനിയുടെ ഒരു നിയമപരമായ കാര്യത്തിനായിട്ടായാലും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയാലും അപ്പോയിൻമെൻറ്റ് കാര്യത്തിനായാലും ഇതിലൊന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ബന്ധപ്പെടുന്നില്ല. അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കത്തുമില്ല. എന്നുവെച്ചാൽ അവരുടെ ഇത്ര പെർസെൻറ്റേജ് ഒരു ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കണക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇത്ര പെർസെൻറ്റേജ് തുക അവരുടെ അത്രയും കൊടുക്കണം. അത് മാത്രമേ അവർക്ക് നിർബന്ധമുള്ളൂ. അവർക്ക് അതിനകത്ത് ഒരു കാര്യത്തിൽ അവർക്ക് ഇടപെടേണ്ട, ഒരു റിസ്ക് അവർക്ക് എടുക്കേണ്ട. എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസൊക്കെ വന്നാൽ ഒന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. ലീഗൽ ഇഷ്യൂസ് ഒന്നും അവർക്ക് വരത്തില്ല, ഒരു പ്രശ്നങ്ങൾ അവർക്ക് വരത്തില്ല. അതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് ലാഭമായാലും നഷ്ടമായാലും അതിൻ്റെ എത്രയും പെർസെൻറ്റേജ് ഡിബെഞ്ചേഴ്സിൻ്റെ കൂട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ലാഭത്തിന് അവർക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റേസിംഗ് ലോങ് ടൈം ക്യാപിറ്റൽ ബൈ എ കമ്പനി. ഒരു കമ്പനിയുടെ ഏറ്റവും ലോങ് ടൈം ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസ് റെപ്രസെൻറ്റ് ദ ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഓണേഴ്സിനെയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓണേഴ്സിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓണേഴ്സാണ് അവർ. രണ്ടാമതായിട്ട് ദ ക്യാപിറ്റൽ റേസ്ഡ് ബൈ ഇഷ്യൂയിങ് സച്ച് ഷെയർസ് ഈസ് നോൺ ആസ് ഓണർഷിപ്പ് ക്യാപിറ്റൽ. ഇതിനെ ഓണേഴ്സാണ് എന്ന് പറയുന്നു. അവർ വാങ്ങുന്ന ഷെയർസിനെ ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നു. ഓണേഴ്സ് ഫണ്ട്, ഓണറുകളുടെ ഫണ്ട്, ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് എ പ്രിക്വിസിറ്റ് ടു ദ ക്രിയേഷൻ ഓഫ് എ കമ്പനി. ഇത് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ പ്രിക്വിസിറ്റ് ടു ദ ക്രിയേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ക്രിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇക്വിറ്റി ഷെയർസ് വേണമെന്നുള്ളത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെറ്റ് എനി ഫിക്സഡ് ഡിവിഡൻഡ് ബട്ട് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഏണിംഗ് ഓഫ് ദി കമ്പനി. ഒരു ഫിക്സഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇത്ര 10,000 രൂപ വെച്ച് കിട്ടുമെന്നല്ല, അല്ലെങ്കിൽ 1,000 രൂപ വെച്ച് കിട്ടുമെന്നല്ല. അവർക്ക് ഏണിങ്സ് ഇപ്പം ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്
1,00,000 ആണെങ്കിൽ അത് എല്ലാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഈക്വലായിട്ട് അവരുടെ ഷെയറുകളുടെ എണ്ണം അനുസരിച്ച് ഓരോ ഷെയറിന് 10 രൂപയുടെ ഒരു ഷെയറിന് ഇത്ര രൂപയാണ് കിട്ടുന്നത്, അതിൻ്റെ ഒരു ഭാഗമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് ഭാഗം വെച്ച് കൊടുക്കും. അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് ഒന്നുമില്ല. പിന്നീട് ദേ ആർ റിഫേർഡ് ആസ് റെസിഡ്യൂവൽ ഓണേഴ്സ്. അത് കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സിൻസ് ദേ റിസീവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ ആൾ ദി ക്ലെയിംസ് ഓൺ ദി കമ്പനീസ് ഇൻകം ആൻഡ് അസറ്റ് ഹാവ് ബീൻ സെറ്റിൽഡ്. ഈ കമ്പനിയുടെ എല്ലാ ഇപ്പോൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റുകൾ, ബാക്കി എന്തെങ്കിലും ലോണിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അടയ്ക്കാനുണ്ടായിരുന്നേ അത്, പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അവരത് ഈക്വലായിട്ട് വീതിച്ചെടുക്കുകയും ചെയ്യും. കമ്പനിക്ക് കൂടുതൽ കിട്ടുവാണെങ്കിൽ അവർക്ക് കൂടുതൽ കിട്ടും, കുറച്ചേ കിട്ടത്തുള്ളെങ്കിൽ കുറച്ച് കിട്ടും. അങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത്. ദേ എൻജോയ് ദ റിവാർഡ് ആസ് വെൽ ആസ് ബിയർ ദ റിസ്ക് ഓഫ് ദി ഓണർഷിപ്പ്. ആ ഓണർഷിപ്പിൻ്റെ റിസ്ക് ബിയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള റിവാർഡാണ് കിട്ടുന്നത്. കൂടുതലാണെങ്കിൽ കൂടുതൽ, കുറവാണെങ്കിൽ കുറവ്, അങ്ങനെയാണ് കിട്ടുന്നത്. ദ ലയബിലിറ്റി ഹവർ ഈസ് ലിമിറ്റഡ് ടു എക്സ്റ്റെൻറ്റ് ഓഫ് ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ബൈ ദം ഇൻ ദ കമ്പനി. ലയബിലിറ്റി, അവരുടെ നഷ്ടസാധ്യത എപ്പോഴും അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് അത്രേ വരത്തുള്ളൂ. ഫർദർ, ത്രൂ ദെയർ റൈറ്റ് ടു വോട്ട്, ദിസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവകാശമുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ മെറിറ്റ്സ്. Equity shares are suitable for investors who are willing to assume risk for higher return. റിസ്ക് ഉണ്ടാവും എങ്കിലും ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ നല്ല ലാഭം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതൊരു റിസ്ക് ബേസ്ഡ് ആണ്. അവർക്ക് ഹയർ റിട്ടേൺ കിട്ടുകയും ചെയ്യും. നല്ല ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് അത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് കമ്പൽസറി. ദെയർഫോർ ദെയർ ഈസ് എ ബർഡൻ ഓൺ ദി കമ്പനി ഇൻ റെസ്പെക്റ്റ്. ഈ ഡിവിഡൻറ്റ് കൊടുക്കാമെന്നുള്ളത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കാമെന്നുള്ളത് കമ്പൽസറി അല്ല. വേണമെങ്കിൽ അവർക്ക് പറയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റിൻ്റെ തുക മാറ്റി വെച്ച് റീറ്റെയിൻ ഏണിങ്സ് ആയിട്ട് വെച്ച് അവിടെ വെച്ചേക്കാം, അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അതും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് അതൊരു ചിലപ്പം ബർഡൻ ആയിരിക്കാം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബർഡനായി ഇപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ അത് കമ്പനിക്ക് ഇവരൊരു ബർഡനല്ല. കമ്പനിക്ക് ഇത് പിന്നെ എപ്പോഴെങ്കിലും കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല എന്നൊരു രീതിയാണ് ഉള്ളത്. പിന്നീടുള്ളത്, ഇക്വിറ്റി ക്യാപിറ്റൽ സെർവ് ആസ് പെർമനൻറ്റ് ക്യാപിറ്റൽ ആസ് ഇറ്റ് ഈസ് ടു ബി റീപെയ്ഡ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ അവസാന സമയത്ത് മാത്രം, എന്ന് വെച്ചാൽ അതിൻ്റെ ലിക്വിഡേഷൻ സമയത്ത് മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അത് അവിടം വരെയും പെർമനൻറ്റ് ക്യാപിറ്റലാണത്. As that is the last time of the list claim, it provide a cushion for creditors in the event of winding up of a company. ഇപ്പം ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇവരുടെ പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ എടുത്ത് കൊടുക്കാം, അതൊന്നും അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അടുത്തുള്ളത്, ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊവൈഡ്സ് ക്രെഡിറ്റ് വർക്ക്ലെസ് ടു ദ കമ്പനി ആൻഡ് കോൺഫിഡൻസ് ടു പ്രോസ്പെക്റ്റീവ് ലോൺസ് പ്രൊവൈഡർ. ഇത് ലോൺ പ്രൊവൈഡേഴ്സിന്, ലോൺ കൊടുക്കുന്നവർക്ക് അതൊരു ധൈര്യമാണ്. എന്നുവെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും പൈസ അവിടെ കിടപ്പുണ്ട്, ഇതിൻ്റെ ഒരു 2/3 പൈസയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണ് എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഈ ലോൺ കൊടുക്കുന്നവർക്കൊക്കെ ഒരു ഉറപ്പുണ്ട്. ഈ ഇക്വിറ്റി ഷെയർസിൻ്റെ പൈസയിൽ നിന്ന് എടുത്ത് വേണമെങ്കിൽ ലോൺ അവസാനം കിട്ടിയില്ലെങ്കിലും അവസാനം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു അവർക്ക് ലോൺ കിട്ടാനൊക്കെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നീട് 5th പോയിന്റ്, ഫണ്ട് ക്യാൻ ബി റേസ്ഡ് ത്രൂ ഇക്വിറ്റി ഇഷ്യൂ വിത്തൗട്ട് ക്രിയേറ്റിംഗ് എനി ചാർജ് ഓൺ ദ അസറ്റ് ഓഫ് ദി കമ്പനി. ദ അസറ്റ് ഓഫ് ദി കമ്പനി ആർ ദെയർഫോർ ഫ്രീ ടു മോർട്ടേജ് ഫോർ ദി പർപ്പസ് ഓഫ് ബോറോയിങ് ഇഫ് ദി നീഡ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഗ്യാരണ്ടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇക്വിറ്റി ഷെയർസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ലാഭം കിട്ടിയില്ലെങ്കിൽ ഇത്ര
അസറ്റ് തന്നേക്കാം, ഒന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ബോറോയിങ് കടം മേടിക്കാനായിട്ട് വേണമെങ്കിൽ ഈ അസറ്റുകൾ, ചില ബിൽഡിങ്ങുകൾ, ചില ലാൻഡുകളൊക്കെ പണയം വയ്ക്കാനും പറ്റും. ആറാമത്തെ പോയിന്റ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഈസ് അഷ്വേർഡ് ഡ്യൂ ടു വോട്ടിംഗ് റൈറ്റ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതൊരു ജനാധിപത്യ രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ജനാധിപത്യ രീതിയിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കും കമ്പനി വരുന്നത്. അടുത്തതിൻ്റെ ലിമിറ്റേഷൻ, പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് കമ്പനിക്ക് വളരെ കുറവാണ്. 4 ലിമിറ്റേഷൻസ് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് സ്റ്റഡി ഇൻകം മേ നോട്ട് പ്രിഫർ ഇക്വിറ്റി ഷെയർ ആസ് ദി ഇക്വിറ്റി ഷെയർ ഗെറ്റ് ഫ്ലക്ച്വേറ്റിംഗ് റിട്ടേൺസ്. എന്ന് വെച്ചാൽ ഇത് മേടിക്കാനുള്ള സാധ്യത, ഇക്വിറ്റി ഷെയർസ് വാങ്ങാനുള്ള സാധ്യത കുറയും. എന്ന് വെച്ചാൽ ഇവർക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലാണ് ഇതുള്ളത്. ചില പ്രോഫിറ്റ് എന്ന് വെച്ചാൽ കിട്ടുന്ന ഏണിങ്സ് അനുസരിച്ച്, ഇത് എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമേ ഇവർക്ക് വീതിച്ചു കൊടുക്കൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള തുക കിട്ടത്തില്ല ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എടുക്കാനുള്ള സാധ്യത ചിലപ്പോൾ കുറയും. രണ്ടാമത്, ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ജനറലി മോർ ആസ് കമ്പയർഡ് ടു ദ കോസ്റ്റ് ഓഫ് റേസ് ഫണ്ട് ത്രൂ അതർ സോഴ്സസ്. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം ഉണ്ടാകുന്ന ചിലവിനേക്കാൾ കുറവാണ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ചിലവ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിലവ് കൂടുതലാണ്. പിന്നീട് മൂന്നാമത്തത്, ഇഷ്യൂ ഓഫ് അഡീഷണൽ ഇക്വിറ്റി ഷെയർസ് ഡെയിലുറ്റി ദ വോട്ടിംഗ് പവർ ആൻഡ് ഏണിംഗ് ഫോർ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പം അഡീഷണൽ ഇക്വിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ ഇക്വിറ്റി ഷെയർസ് എത്ര മേടിക്കുന്നു അത്രയും വോട്ടിംഗ് പവറൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, ബാക്കിയുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതൊരു പ്രശ്നമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടുത്തത്, മോർ ഫോർമാലിറ്റീസ് ആൻഡ് പ്രൊസീജിയർ ഡിലേ ആർ ഇൻവോൾവ് ഇൻ ദ വൈൽ റേസിംഗ് ഫണ്ട്സ് ത്രൂ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം കൂടുതൽ ഫോർമാലിറ്റീസും അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരും, താമസമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ കമ്പനി ക്രിയേഷൻ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ ക്യാപിറ്റലിൻ്റെ സമയത്ത് ഫയൽ ചെയ്ത് അത് തിരിച്ച് അക്സെപ്റ്റ് ചെയ്ത് ഇത്രയും തുക കിട്ടിയില്ലെങ്കിൽ പിന്നെയും തിരിച്ചു കൊടുക്കുകയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ അതിന് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതിപ്പം രണ്ടിൻ്റെ ആയാലും, ഇക്വിറ്റി ഷെയർസിൻ്റെ ആയാലും പ്രിഫറൻസ് ഷെയറിൻ്റെ ആയാലും അത് അത്രയും പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. അത് കമ്പനി ക്രിയേഷൻ സമയത്ത് നമ്മൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ടുള്ളത് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ അതിന് ഇവർക്കാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇവരും ഇതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൂട്ട് ക്യാഷൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ഇതിന് ഒരു ഫിക്സഡ് തുക, റിസീവ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഒരു ഫിക്സഡ് റേറ്റ്, ഇപ്പോൾ 10% തന്നിരിക്കണം എന്നൊരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിക്സഡ് റേറ്റാണ് ഇത്, നിർബന്ധമായും ആദ്യമേ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു റേറ്റിൽ ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. ഔട്ട് ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. രണ്ടാമതായിട്ട്, റിസീവ് ദെയർ ക്യാപിറ്റൽ ആഫ്റ്റർ ദ ക്ലെയിം ഓഫ് ദി കമ്പനി ക്രെഡിറ്റേഴ്സ് ഹു ഹാവ് ബീൻ സെറ്റിൽഡ്. അവർക്ക് അവരുടെ ക്യാപിറ്റൽ, ഒരു കമ്പനിയുടെ വൈൻഡിങ് സമയത്ത് അവരുടെ ക്യാപിറ്റൽ, ലിക്വിഡേഷൻ സമയത്ത് ക്യാപിറ്റൽ, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ ക്യാപിറ്റൽ കൊടുത്തിരിക്കണം. ഇവിടെ ക്യാപിറ്റൽ ഫുള്ളി കൊടുത്ത് തീർക്കണം. ഇൻ കേസ് ഇല്ലെങ്കിൽ അവർക്ക് വല്ല അസറ്റോ എല്ലാം ക്ലെയിം ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. അടുത്തത് അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് പ്രൊവൈഡ് റീസണബിൾ സ്റ്റഡി ഇൻകം ഇൻ ദ ഫോം ഓഫ് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രിഫറൻസ് ഷെയർസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു സ്റ്റഡി ഇൻകം ആണ്. ഇത്ര ഫിക്സഡ് റേറ്റ് ആണ്, അതിന് ഒരു സ്റ്റഡി ഇൻകമാണ്. എല്ലാ മാസവും അത് കിട്ടിക്കൊണ്ടിരിക്കും, എല്ലാ വർഷവും അത് കിട്ടിക്കൊണ്ടിരിക്കും. അതിനൊരു ഫ്ലക്ച്വേഷൻ സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ സേഫ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു സേഫ്റ്റി ഉണ്ട്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത പോലെ സേഫ്റ്റിയാണ്, കൃത്യമായിട്ട് അതിൻ്റെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമതായിട്ട്, പ്രിഫറൻസ് ഷെയർസ് ആർ യൂസ്ഫുൾ ഫോർ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ഫിക്സഡ് റിട്ടേൺ വിത്ത് കമ്പാരിറ്റീവ്ലി ലോ റിസ്ക്. കുറച്ച് റിസ്ക് വളരെ കുറവാണ്. അവർക്ക് മറ്റുള്ളവരെക്കാളും കുറവ്
റിസ്ക് മാത്രമേ ഉള്ളൂ. പ്രിഫറൻസ് ഷെയർ യൂസ് ഫോർ അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള കാര്യമാണ് പ്രിഫറൻസ് ഷെയർസ് എടുക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ടുള്ളത്, ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ കൺട്രോൾ ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓവർ ദി മാനേജ്മെൻറ്റ് ആസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡസ് നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, നോ വോട്ടിംഗ് റൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ കമ്പനി മാനേജ്മെൻറ്റിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമ്പനിക്കൊരു മെറിറ്റാണ് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഈ കമ്പനി കാര്യങ്ങളും മാനേജ്മെൻറ്റ് കാര്യങ്ങളും ഇടപെടാൻ പറ്റത്തുള്ളൂ. നാലാമതായിട്ട്, പേയ്മെൻറ്റ് ഓഫ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർസ് മേ എനേബിൾ എ കമ്പനി ടു ഡിക്ലെയർ ഹയർ റേറ്റ്സ് ഓഫ് ഡിവിഡൻഡ് ഫോർ ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഗുഡ് ടൈം. ഇപ്പം ഇവർക്ക് ഫിക്സഡ് റേറ്റാണ്, ഇത്ര റേറ്റ് കൊടുത്താൽ മതി എന്നൊരു ഫിക്സേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ, ഒരു ഫിക്സഡ് റേറ്റ് കൊടുത്താൽ മതി എന്നൊരു ഇതുണ്ടായതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ലാഭം ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവരുടെ ഷെയറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് മാത്രമേ ഇവർക്ക് കൊടുക്കത്തുള്ളൂ. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബാക്കി വരുന്ന തുക എത്ര ആണെന്ന് വെച്ചാൽ അത് തുല്യമായിട്ട് ഓരോ ഷെയറിനും വീതിച്ച് കൊടുക്കുകയാണ്. കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ കിട്ടും. എന്നൊരു മെറിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായതുകൊണ്ട് കമ്പനിക്കുണ്ട്. കമ്പനിയുടെ ഓണേഴ്സാണ് യഥാർത്ഥത്തിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മൊത്തത്തിലാണ്, അവർക്ക് ഒരു നേട്ടമുണ്ടാവും. അടുത്തതായിട്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ പെർഫെക്ച്വൽ റൈറ്റ് ടു റീപ്ലേസ്മെൻറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഇവൻറ്റ് ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി ആകുമ്പോൾ ലിക്വിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറ്റാൻ പറ്റും. റീപേയ്മെൻറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഇവൻറ്റ്, അവർക്ക് അങ്ങനെ ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ പെർഫെക്ച്വൽ റൈറ്റ്, അവർക്ക് സ്വന്തമായ തീരുമാനം എടുക്കാം, അവരുടെ സ്വന്തം തീരുമാനമാണ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഇവൻറ്റ്. ആ ലിക്വിഡേഷൻ സമയത്ത് വേണമെങ്കിൽ അങ്ങോട്ട് മാറാൻ പറ്റും. ആറാമതായിട്ട്, പ്രിഫറൻസ് ക്യാപിറ്റൽ ഡസ് നോട്ട് ക്രിയേറ്റ് എനി സോർട്ട് ഓഫ് ചാർജ് എഗൻസ്റ്റ് ദ അസറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റിലേക്ക് ഒരു സോർട്ട് ചാർജ്, അവർക്ക് ഗ്യാരൻറ്റീഡ് അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അതൊരു മെറിറ്റാണ്. അടുത്തതായിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ്. പ്രിഫറൻസ് ഷെയർസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ദോസ് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ഹൈ റിട്ടേൺ. അവർക്ക് ഹൈ റിട്ടേൺ തിരിച്ച് കിട്ടണമെന്നുള്ളവർക്ക് ഇതൊരു നഷ്ടമാണ്. അത് വളരെ കുറച്ച് എന്ന് വെച്ചാൽ ഇത്രയും പെർസെൻറ്റേജ് കൊടുത്ത തുകയുടെ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇതൊരു നഷ്ടമാണ്. രണ്ടാമതായിട്ട്, പ്രിഫറൻസ് ക്യാപിറ്റൽ ഡ്യുവലിറ്റി ഇൻ ദ ക്ലെയിം ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓവർ ദി അസറ്റ് ഓഫ് ദി കമ്പനി. ഇവർ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കൂടുന്നതനുസരിച്ച്, പ്രിഫറൻസ് ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതൊരു നഷ്ടമായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇത്ര എമൗണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇത്ര പെർസെൻറ്റേജ് അതിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് ഇതെന്ന് വെച്ചാൽ ഒരു ഡിബഞ്ചറിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണ് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഡിബഞ്ചർ കൊടുക്കുമ്പോൾ ഡിബഞ്ചറിനകത്ത് അതുകൊണ്ട് തന്നെ ഡിബഞ്ചറിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതലാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവർക്ക് ഇതിൻ്റെ അടുത്ത നാലാമത്തെ പോയിന്റ്, ആസ് ദി ഡിവിഡൻഡ് ഓൺ ദി ഷെയർസ് ഈസ് ടു ബി പെയ്ഡ് ഓൺലി വെൻ ദ കമ്പനി ഏൺസ് പ്രോഫിറ്റ്. ഒരു കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. പിന്നെ അഞ്ചാമത്തത്, വെൻ ഡിവിഡൻഡ് പെയ്ഡ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ഫ്രം ദ പ്രോഫിറ്റ് ആസ് എക്സ്പെൻസ്. ഈ കൊടുത്തേക്കുന്ന ഡിവിഡൻഡ്, ഇവർക്ക് പ്രിഫറൻസ് ഷെയർസ് കൊടുക്കുന്ന ഡിവിഡൻഡ് അത് എക്സ്പെൻസ് ആയിട്ട് പറഞ്ഞ് അത് ടാക്സിനകത്തോ അല്ലാതെ ബാക്കി കാര്യങ്ങൾക്കോ കുറയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത്രയാണ് ലിമിറ്റേഷൻസ്. അടുത്തതായിട്ടുള്ളത് ഡിബഞ്ചേഴ്സാണ്. ഡിബഞ്ചേഴ്സ് അടുത്ത വീഡിയോ ചെയ്യും. ഓക്കെ.